LHN വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CIA-യുടെ രഹസ്യ ആയുധങ്ങളിലൊന്ന് ചരിത്രത്തിലേക്ക്, അതിനെക്കുറിച്ചാണ് നാം ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. നിരവധി രഹസ്യദൗത്യങ്ങൾ നടത്തിയ CIA-യുടെ രഹസ്യ ആയുധങ്ങളിലൊന്ന് ചരിത്രത്തിലേക്ക്. കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ അമേരിക്കയുടെ സൈനിക കരുത്തിന് പിൻബലം പകർന്നിരുന്ന ഒരു രഹസ്യായുധം അരങ്ങൊഴിഞ്ഞു. ദേശസുരക്ഷയ്ക്കും ശത്രു സാങ്കേത പരിശോധനയ്ക്കും അമേരിക്ക 1950-കൾ മുതൽ ഉപയോഗിച്ചു വന്ന ഒപ്റ്റിക്കൽ ബാർ ക്യാമറ, അതായത് OBC വെച്ചുള്ള നിരീക്ഷണ വിമാനമാണ് കഴിഞ്ഞ മാസം സേവനം അവസാനിപ്പിച്ചത്. ഫിലിം ഫോട്ടോഗ്രാഫിയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന ഏടാണ് ഇപ്പോൾ അവസാനിച്ചതെന്നും ശ്രദ്ധേയമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1957 മുതൽ 1965 വരെ ഇടെക് എന്ന പേരിൽ ഒരു കമ്പനി അക്കാലത്തെ അത്യാധുനിക നിരീക്ഷണ ക്യാമറ സംവിധാനം ഒരു കക്ഷിക്ക് വേണ്ടി മാത്രമായി നിർമ്മിച്ചു. CIA ആയിരുന്നു ആ കക്ഷി. ഇടെക് കമ്പനിക്ക് ആവേശോജ്വലമായ ഒരു ചരിത്രമാണുള്ളത്. അവരുടെ ക്യാമറകളാണ് പിന്നീട് അപ്പോളോ, വൈക്കിംഗ് ദൗത്യങ്ങളിലും ഉപയോഗിച്ചത്. കറക്കാവുന്ന ഒരു ക്യാമറ, എന്നാൽ കറക്കുമ്പോൾ ഉണ്ടാകുന്ന കുലുക്കം സ്റ്റെബിലൈസ് ചെയ്ത് വിശാല ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ പാകത്തിന് സൃഷ്ടിക്കുക എന്ന ആശയം മെർട്ടൺ ഡേവിസ് എന്ന ഗവേഷകൻ്റെ മനസ്സിൽ ഉദിച്ചതാണെന്ന് കരുതപ്പെടുന്നു. അദ്ദേഹം തൻ്റെ ആശയം ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ വാൾട്ടർ ലെവിൻസന് കൈമാറി. വാൾട്ടർ അത് അല്പം പരിഷ്കരിക്കുകയും പിന്നീട് ഇടെക് കമ്പനി അതിനെ ആസ്പദമാക്കി ക്യാമറ നിർമ്മിക്കുകയുമായിരുന്നു. ആദ്യകാലത്ത് ഇവ ബലൂണുകളിൽ ഉയർത്തിയാണ് രഹസ്യ നിരീക്ഷണം നടത്തിയിരുന്നത്. ക്യാമറയുടെ സാധ്യത മനസ്സിലാക്കിയ CIA തങ്ങളുടെ ആദ്യ ചാര ഉപഗ്രഹത്തിൽ ഇത്തരം ക്യാമറ പിടിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇടെക്കുമായി ചർച്ച ചെയ്യാനെത്തി. ഇടെക് നിർമ്മിച്ചു കൊടുക്കുന്ന കറക്കാവുന്ന വിശാല ദൃശ്യ ക്യാമറകളും വഹിച്ചാണ് അമേരിക്കൻ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് ചുറ്റിയത്. ആദ്യകാല ക്യാമറകൾ KH-4A, KH-4B എന്ന പേരുകളിലായിരിക്കാം അറിയപ്പെട്ടത് എന്ന് ആംബിവലന്റ് എഞ്ചിനീയറിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നു. ഇത്തരം ക്യാമറ സിസ്റ്റം അമേരിക്കയുടെ U-2 SR-71 വിമാനങ്ങൾക്ക് വേണ്ടിയും ഇടെക് ഉണ്ടാക്കി. ഈ പുതിയ മാതൃകയ്ക്ക് ഇട്ട പേരാണ് OBC. OBCയുടെ സേവനം 1960-കൾ മുതൽ 2022 വരെ അമേരിക്ക പ്രയോജനപ്പെടുത്തി. നീണ്ട ബാർ പോലെയുള്ള ഒന്നാണ് വിമാനങ്ങളുടെ അടിയിൽ പിടിപ്പിച്ചിരുന്നത്. ഇതിൽ നിന്നാണ് ഒപ്റ്റിക്കൽ ബാർ ക്യാമറ എന്ന പേര് വന്നതെന്നും കരുതപ്പെടുന്നു. ഈ സമയത്ത് അമേരിക്കയുടെ നാഷണൽ റിക്കോണൻസസ് ഓഫീസ് NRO തങ്ങൾക്കും ഇത്തരം ഒരു ക്യാമറ സിസ്റ്റം വേണമെന്ന് പറഞ്ഞ് ഇടെക്കിനെ സമീപിക്കുന്നു. തുടക്കത്തിൽ CIA-യുടെയും NROയുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാനായിരുന്നു ഇടെക് ശ്രമിച്ചത്. എന്നാൽ പിന്നീട് ഇടെക് CIA-യുടെ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങി. അതോടെ NROയും CIA-യും അമേരിക്കൻ സർക്കാരിൻ്റെ കയ്യിലുള്ള ഡാറ്റയുമായി പെർക്കിൻ എൽമറെ സമീപിച്ചു. പെർക്കിൻ എൽമറാണ് KH-9 ഒപ്റ്റിക്കൽ ബാർ ക്യാമറ നിർമ്മിച്ചത്. ഇതിന് ഇടെക്കിൻ്റെ രൂപകൽപ്പന രീതി ആയിരുന്നില്ല. ഇടെക്കിൻ്റെ ഡിസൈൻ നല്ലതല്ലെന്ന് തോന്നിയതിനാൽ സ്വന്തം രീതിയിലാണ് പെർക്കിൻ എൽമർ ക്യാമറ ഉണ്ടാക്കിയത്. ഇടെക്കിൻ്റെ OBCകൾ പിടിപ്പിച്ചാണ് U-2 SR-71, അപ്പോളോ സ്പേസ് ക്രാഫ്റ്റ് എന്നിവ പ്രവർത്തിച്ചത്. അതിൽ ഒരു റോളർ കേജ് ഉണ്ടായിരുന്നു. ഈ കേജും കറക്കാവുന്ന മടക്കുന്ന കണ്ണടയും ഇല്ലാതെയാണ് KH-9ൻ്റെ രൂപകൽപ്പന. പകരം ഒരു സർവോ നിയന്ത്രിത പ്ലാറ്റേൺ ആയിരുന്നു പിടിപ്പിച്ചത്. ബൃഹത്തായ വലിയൊരു രാജ്യമായിരുന്നു അന്ന് USSR. KH-9ൽ ഘടിപ്പിച്ച ഓരോ 4 ഫിലിം റീ എൻട്രി ക്യാപ്സ്യൂളുകളും മൊത്തം USSRും സ്റ്റീരിയോ ആയി പകർത്തിയിരുന്നു. അവ മികച്ച റെസല്യൂഷനും ഉള്ളവയായിരുന്നു. കാലഹരണപ്പെട്ടു എന്നതിനാലാണ് OBC പടിയിറങ്ങുന്നത്. ഇത്തരം ക്യാമറകളിൽ ഫിലിമാണ് ഉപയോഗിച്ചിരുന്നത്. അവ നേരിയ പിശക് പോലും ഇല്ലാതെ ഉപയോഗിച്ചില്ലെങ്കിൽ ഗുണം നൽകില്ല. ഫിലിമിൻ്റെ അലൈൻമെൻറ്റ് അല്പമെങ്കിലും തെറ്റിയാൽ മികച്ച ഫോട്ടോ ലഭിക്കില്ല തുടങ്ങിയ പ്രശ്നങ്ങൾക്കിടയിലും അമേരിക്കയ്ക്ക് തല ഉയർത്തിപ്പിടിക്കാവുന്ന തരത്തിലുള്ള പ്രകടനം നൽകി വന്ന സിസ്റ്റമാണ് ഇപ്പോൾ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഫോട്ടോഗ്രഫിയിൽ ഫിലിം യുഗത്തെ അപേക്ഷിച്ച് വിപ്ലവകരമായ മാറ്റം വന്നുവെങ്കിലും കാലിഫോർണിയയിലെ എയർഫോഴ്സ് ബേസിലുള്ള ചില ഉദ്യോഗസ്ഥർ കുന്നുകണക്കിന് ഫിലിം പ്രോസസ്സ് ചെയ്തിരിക്കുന്ന ജോലിയിൽ കഴിഞ്ഞ വർഷം, അതായത് 2022 മെയ് വരെ ഏർപ്പെടുമായിരുന്നു. എന്തായാലും ഇപ്പോൾ അവസാനത്തെ OBC ക്യാമറയും അഴിച്ചു മാറ്റിയിരിക്കുകയാണ്.
നൂറ്റാണ്ടിലേറെ നൽകിവന്ന സ്തുത്യർഹമായ സേവനം അവസാനിപ്പിച്ചാണ് OBC സിസ്റ്റം വിടവാങ്ങുന്നത്. ജൂൺ 24-ന് താഴ്ന്നിറങ്ങിയ വിമാനത്തിൽ നിന്ന് വിവിധ ചടങ്ങുകളോടെയാണ് ഉദ്യോഗസ്ഥർ OBC ക്യാമറകൾ അഴിച്ചുമാറ്റിയതെന്ന് ദി ഡ്രൈവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇനി സമ്പൂർണ്ണ ഡിജിറ്റൽ ഇമേജിംഗ് കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ് അമേരിക്കൻ പ്രതിരോധ മേഖല എന്നതിനാലാണ് OBCയെ പിൻവലിക്കുന്നത്. കാലം കുറേയായി എങ്കിലും OBC നൽകിയത് അമ്പരിപ്പിക്കുന്ന പ്രകടന മികവായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. OBC ക്യാമറയ്ക്ക് 3,62,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തിൻ്റെ ദൃശ്യങ്ങൾ വരെ പിടിച്ചെടുക്കാനുള്ള ശേഷിയാണ് ഉണ്ടായിരുന്നത്. ഓരോ OBC ഫിലിമും 5 ഇഞ്ച് വീതിയുള്ളതായിരുന്നു. ഒരു റോളിൽ 10,500 അടി നീളത്തിൽ ഫിലിം ഉണ്ടായിരുന്നു. ഇത്തരം സിസ്റ്റം ഒരു ദൗത്യത്തിൽ 1,600 ഫ്രെയിം വരെ പകർത്തിയാണ് തിരിച്ചെത്തിയിരുന്നത്. ഓരോ ഫ്രെയിമിലും പതിഞ്ഞത് 110 ചതുരശ്ര നോട്ടിക്കൽ മൈൽ പനോരമിക് ഹൊറൈസൺ ടു ഹൊറൈസൺ ചിത്രങ്ങളായിരുന്നു. ഒരു റോൾ ഉപയോഗിച്ച് മൊത്തം കൊളറാഡോയും ചിത്രീകരിക്കാമായിരുന്നു എന്ന് അമേരിക്കൻ സേന ഇറക്കിയ കുറിപ്പിൽ പറയുന്നു. SR-71-ന് 1.7 സെക്കൻഡിൽ ഒരു ഫ്രെയിം വെച്ച് ഷൂട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതേസമയം ചെറിയ പ്രശ്നങ്ങൾ സംഭവിച്ചാൽ പോലും ഫിലിം നശിക്കാമെന്നത് ഒരു പോരായ്മ തന്നെയായിരുന്നു. ഫിലിം എല്ലാം ഡെവലപ്പ് ചെയ്യുക എന്നത് മറ്റൊരു കടമ്പയായിരുന്നു. നിരവധി ദൗത്യങ്ങൾ നിറവേറ്റിയ ശേഷമാണ് OBC വിടവാങ്ങുന്നത്. കത്രീന കൊടുങ്കാറ്റ് രക്ഷാപ്രവർത്തനങ്ങൾ, ഫുകുഷിമ ആണവ പ്ലാന്റ് അത്യാഹിതം, ഇറാഖ് യുദ്ധം, കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് ഹോൺ ഓഫ് ആഫ്രിക്ക തുടങ്ങി നിരവധി ദൗത്യങ്ങളിലാണ് OBC കാര്യമായും പ്രവർത്തിച്ചത്. മൊത്തം അഫ്ഗാനിസ്ഥാൻ്റെ ചിത്രവും 90 ദിവസം കൊണ്ട് പകർത്തി നൽകി. അവിടെ നിർണായക നീക്കങ്ങൾ നടത്താൻ ഇത് സൈന്യത്തിന് സഹായകമായി. പ്രവർത്തനം അവസാനിപ്പിച്ചുവെങ്കിലും വേണ്ടിവന്നാൽ വീണ്ടും ഉപയോഗിക്കാനായി OBC സാങ്കേതികവിദ്യ സൂക്ഷിക്കുമെന്ന് US സൈന്യം പറയുന്നു. ഇത് പ്രവർത്തിപ്പിക്കാൻ അറിയാവുന്നവരുടെ സേവനവും ഉറപ്പാക്കും.